വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ ആന്റി ക്യാൻസർ ഡ്രഗ്സ് വീഡിയോ സീരീസിലുള്ളതാണ്. നമ്മൾ ആന്റി ക്യാൻസർ ഓർ ആന്റി ട്യൂമർ ആന്റിബയോട്ടിക്സിനെ പറ്റിയാണ് പറയുന്നത്. സോ ദീസ് ആർ ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക്സ്. സോ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിബയോട്ടിക്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഒബ്റ്റെയിൻ ഫ്രം മൈക്രോ ഓർഗാനിസംസ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് മൈക്രോ ഓർഗാനിസത്തെ കൊല്ലുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് നമ്മൾ പഠിച്ചത്. സോ ഇവ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസുകളിൽ നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് സാധാരണ ആന്റിബയോട്ടിക്സ് കൊല്ലുന്നത് മറ്റ് മൈക്രോ ഓർഗാനിസത്തെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കൊല്ലുന്നത് നമ്മളുടെ തന്നെ, മനുഷ്യന്റെ തന്നെ സെല്ലിനെയാണ്, അല്ലെങ്കിൽ മമേലിയൻ സെൽസിനെ നശിപ്പിക്കുന്ന ആന്റിബയോട്ടിക്സിനെയാണ്. സോ നമ്മുടെ സെല്ലിനെ നമുക്ക് കൊല്ലേണ്ടി വരുന്നത് എപ്പോഴാണ്? നമ്മുടെ സെല്ലുകളെ നമുക്ക് കൊല്ലേണ്ടി വരിക വെൻ സെൽസ് ബിക്കം ക്യാൻസർ. സോ ക്യാൻസറസ് സെല്ലുകൾ ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ തന്നെ സെല്ലുകളെ കൊല്ലേണ്ടി വരിക. അപ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ കൊല്ലുന്നതിന് പകരം നമ്മുടെ സെല്ലിനെ കൊല്ലുന്ന മരുന്നുകൾ, ആന്റിബയോട്ടിക്സ്. സോ നമുക്ക് ക്യാൻസർ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം സെല്ലിനെ കൊല്ലാൻ, ഇത്തരം നമ്മുടെ തന്നെ സെല്ലുകളെ നശിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. അതാണ് ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക്സ്. അപ്പൊ നമുക്ക് ഏതെല്ലാമാണ് ഈ ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക്സ് വിഭാഗം മരുന്നുകൾ എന്ന് നോക്കാം. എല്ലാം ആന്റിബയോട്ടിക്സ് ആണ്, പക്ഷെ മെക്കാനിസം ഓഫ് കില്ലിംഗ്, മെക്കാനിസം ഓഫ് ആക്ഷൻ പലതാണ്. സോ നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ മരുന്ന് ആക്ടിനോമൈസിൻ ഡി, ഓർ നമുക്കതിനെ ഡാക്ടിനോമൈസിൻ എന്നും വിളിക്കാം. ആൻഡ് ഇതിനെ നമ്മൾ ഇന്റർകലേറ്റേഴ്സ്, DNA ഇന്റർകലേറ്റേഴ്സ് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത്. സോ ദീസ് ആർ ഇന്റർകലേറ്റേഴ്സ്. പണ്ടൊരു മിത്രാമൈസിൻ ഓർ പ്ലിക്കാമൈസിൻ, മിത്രാമൈസിൻ ഓർ പ്ലിക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ ഉപയോഗത്തിലില്ല. അതുകൊണ്ട് DNA ഇന്റർകലേറ്റേഴ്സ് ഒരു മരുന്ന് ആക്ടിനോമൈസിൻ ഓർ ഡാക്ടിനോമൈസിൻ ആണ്. രണ്ടാമത്തേത് വളരെ ഫേമസ് ആയിട്ടുള്ള മരുന്ന് ഗ്രൂപ്പുകളാണ്. സോ ഇത് ഇന്റർകലേറ്റേഴ്സ് ആണോ? ഇന്റർകലേറ്റേഴ്സ് ആണ്. ഇതിനൊപ്പം ടോപ്പോ ഐസോമറൈസ് രണ്ടിനെ തടയുന്ന പണിയുണ്ടോ? അതുകൊണ്ട് സോ ടോപ്പോ ഐസോമറൈസേഴ്സ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ടോപ്പോട്ടിക്കാൻ, എർണോട്ടിക്കാൻ, എറ്റപ്പോസൈഡ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. സോ ടോപ്പോ ഐസോമറൈസ് 2നെയും തടയും. പ്ലസ് ഇന്റർകലേറ്റിംഗ് ചെയ്യുന്നതിൽ ആന്ത്രാസൈക്ലിൻസ് വിഭാഗം മരുന്നുകളാണ്. എല്ലാം റൂബിസിനിലാണ് അവസാനിക്കുക. റൂബിസിൻ എന്ന അവസാന വാക്കുണ്ടായിരിക്കും. ഡോക്സോറൂബിസിൻ ആണ് ഏറ്റവും ഫേമസ് മരുന്ന്. പിന്നെ ഡോണോറൂബിസിൻ ഉണ്ട്, എപ്പിറൂബിസിൻ ഉണ്ട്, ഇഡാറൂബിസിൻ ഉണ്ട്, വാൽറൂബിസിൻ ഉണ്ട്. ആൻഡ് ഡോക്സോറൂബിസിനെ നമ്മൾ അഡ്രിയാമൈസിൻ, ഇതാണ് ഇതിന്റെ ഫേമസ് ട്രേഡ് നെയിം, അഡ്രിയാമൈസിൻ എന്ന് പറയാറുണ്ട്. ആൻഡ് ഡോണോറൂബിസിനെ നമ്മൾ റുബിഡോമൈസിൻ എന്നും നമ്മൾ വിളിക്കും. ആൻഡ് ഈ ഗ്രൂപ്പിൽ തന്നെ ഇന്റർകലേഷനും ചെയ്യും. അതിനൊപ്പം ടോപ്പോ ഐസോമറൈസ് രണ്ടിനെയും തടയുന്ന വേറൊരു മരുന്നുണ്ട്. അതാണ് മൈറ്റോസാൻത്രോൺ എന്ന് പറയുന്ന മരുന്ന്. ഇനി ആന്റിബയോട്ടിക്സിലെ മൂന്നാമത്തെ മെക്കാനിസം ഈസ് ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ആണ്. ആൽക്കൈലേഷൻ ചെയ്യുന്നതാണ്. ആൽക്കൈലേഷനെ പറ്റി നമ്മൾ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്തു. ആൻഡ് ഇതിൽ ആന്റിബയോട്ടിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന മരുന്നുകൾ ഒന്ന് മൈറ്റോമൈസിൻ സി ആണ്, മൈറ്റോമൈസിൻ സി. ആൻഡ് രണ്ടാമത്തെ മരുന്ന് സ്ട്രെപ്റ്റോസോസിൻ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോസോട്ടോസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. ആൻഡ് ഇത് പക്ഷേ ആൽക്കൈലേഷൻ അല്ല, കാർബോമൈലേഷൻ ആണ്. നമുക്കത് പറയാം, നൈട്രോസോ യൂറിയാസിൽ വരുന്നതാണ്. പക്ഷേ ഇത് ആന്റിബയോട്ടിക് കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആൻഡ് നാലാമത്തെ ഗ്രൂപ്പ് ഈസ് DNA ക്ലേവിംഗ് ഗ്രൂപ്പ് ആണ്. ഫേമസ് മരുന്നാണ് ബ്ലിയോമൈസിൻ ആണ്. ബ്ലിയോമൈസിൻ ഇത് DNA ഡാമേജ് ഉണ്ടാക്കുന്ന മരുന്നാണ്. ദെൻ ഇന്റർകലേറ്റേഴ്സ് ആയിട്ടുള്ള എക്കനോമൈസിൻ പോലുള്ള മറ്റും പല മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പല മരുന്നുകളെയും വിട്ട് ഇമ്പോർട്ടന്റ് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഞാൻ ഇവിടെ പറയാം. അടുത്ത ഗ്രൂപ്പ് DNA ഇന്റർകലേറ്റേഴ്സ് ആയിട്ടുള്ള ആക്ടിനോമൈസിൻ ഡി, അല്ലെങ്കിൽ നമ്മൾ അവയെ ഡാക്ടിനോമൈസിൻ എന്നും പറയും. ആക്ടിനോമൈസിൻ ഡി ഓർ ഡാക്ടിനോമൈസിൻ ആണ് ഇന്റർകലേറ്റേഴ്സ്. സോ അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇന്റർകലേഷൻ, DNA ഇന്റർകലേഷൻ എന്താണെന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നുഴഞ്ഞു കയറുക, ഇടയിൽ കയറുന്നവ എന്നാണ് നമ്മൾ ഇതിന് പറയാം. ആരുടെ ഇടയിലാണ് കയറുക? DNA ഇന്റർകലേഷൻ ആണ്. അപ്പൊ DNAയുടെ സ്ട്രാൻഡ്സിന്റെ ഇടയിലേക്കാണ് കയറുക. DNA നമ്മൾ വരയ്ക്കുക ഇങ്ങനെയാണ്. അപ്പൊ DNA ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ DNAയുടെ ഈ സ്ട്രാൻഡ്സിന്റെ ഇടയിലേക്ക് കയറും. DNAക്ക് രണ്ട് സ്റ്റാൻഡ് ഉണ്ടല്ലേ, സ്റ്റാൻഡ് 1 ഉണ്ട്, സ്റ്റാൻഡ് 2 ഉണ്ട്. ആൻഡ് ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇവിടെ ഫോസ്ഫേറ്റ് കാണും, ദെൻ ഷുഗർ കാണും അല്ലെ. ഇത് ഫോസ്ഫേറ്റ് ഷുഗർ ഇങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ആൻഡ് ഇത് രണ്ടും ചേരുന്നതോ ഇവിടെയുണ്ട് ഫോസ്ഫേറ്റ് ഷുഗർ, ഇവിടെ ഫോസ്ഫേറ്റ്. ഇത് രണ്ടും ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും ചേരുന്നത് ഇവിടെ ഒരു പ്യൂരിൻ ഉണ്ടാവും, ഇവിടെ ഒരു പിരമിഡിൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇരിക്കുക. പ്യൂരിനും പിരമിഡിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ ആയിട്ട് ചേർത്തിരിക്കുകയാണ്. സോ DNA നമ്മുടെ സ്പൈറൽ ആണ്. ഇടയിലെ പ്യൂരിൻ, പിരമിഡിൻ ആൻഡ് ദിസ് ഏരിയ ഈസ് പ്ലെയിനാർ. നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, പ്ലെയിനാർ ആണ്. സോ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 3 to 4 ഇപ്പോൾ ഒരു ബെൻസിൻ റിംഗ് ഇങ്ങനെ 1 2 3 4 3 ഞാൻ വരച്ചു. എല്ലാവരും ഇങ്ങോട്ട് കിടക്കട്ടെ. 4 ബെൻസിൻ റിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലെയിനാർ അല്ലെ. ഇത് പ്ലെയിനാർ ആണ്, പരന്നിരിക്കുന്നതാണ്. ഒരു സ്ട്രക്ചറുള്ള ഒരു കെമിക്കലിന് DNAയുടെ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങ് നൂണ്ട് കയറാൻ പറ്റും. സ്പൈറൽ ഭാഗത്തിന്റെ ഇടയിലേക്ക് നുഴഞ്ഞ് കയറിയിരിക്കാൻ പറ്റും. സോ റിവേഴ്സിബിൾ ഇൻക്ലൂഷൻ ഓഫ് എ പ്ലെയിനാർ മോളിക്യൂൾ ഇൻ ടു എ ലെയർഡ് സ്ട്രക്ചർ. ലെയർഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോസ്ഫേറ്റ്, ഇത് ഷുഗർ, ഇത് സംഭവം വീണ്ടും
ഫോസ്ഫേറ്റ് ഷുഗർ. അപ്പോൾ ഒരു ലെയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. ഈ ലെയർഡ് സ്ട്രക്ചറിനിടയിൽ നമ്മുടെ ഈ സാധനം ഇങ്ങനെ കയറിയിരിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇന്റർകലേഷൻ എന്ന് പറയാം. ഇത്തരം മരുന്നുകളെയാണ് നമ്മൾ ഇന്റർകലേറ്റേഴ്സ് എന്ന് പറയാം. സോ ഇടയിൽ കയറുന്ന ഈ ഭാഗത്തെ മരുന്നിന്റെ ഇങ്ങനെ കയറാൻ പറ്റുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുക ക്രോമോഫോർ എന്നാണ്. ക്രോമോഫോർ. സോ ഇത്തരം ക്രോമോഫോർ ഉള്ള ചില മരുന്നുകൾക്ക് ഒന്നിൽ കൂടുതൽ ക്രോമോഫോർ ഉണ്ടാകും. സോ ഇടയിൽ കയറുന്ന ഈ ഭാഗം ക്രോമോഫോർ വെച്ചിട്ട് ഈ സ്റ്റാക്കിംഗ് പാറ്റേൺ സ്റ്റാക്കിംഗ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗത്തേക്കുള്ള ഇന്റർ DNA ഇടയിലേക്ക് പ്ലേനാർ സ്ട്രക്ചറുള്ള ഭാഗങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ ആക്ടിനോമൈസിൻ D എന്ന് പറയുന്ന മരുന്ന് അതിനും ഇതേപോലെ ഒരു 3 to 4 സംഭവമുള്ള ഒരു ക്രോമോഫോർ ഭാഗമുണ്ട്. വലിയൊരു സ്ട്രക്ചറാണ്. ബാക്കി വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിന് DNA ഇടയിലേക്ക് നുഴഞ്ഞ് കയറിയിരിക്കാൻ പറ്റും. സോ ഇതിന് ഒറ്റ ഒരു ക്രോമോഫോറേ ഉള്ളൂ. അതുകൊണ്ട് മോണോ ഫങ്ഷണൽ ഇന്റർകലേറ്റേഴ്സ് ആണ്. സോ ഒറ്റ എണ്ണം ഉള്ളതുകൊണ്ട് മോണോ ഫങ്ഷണൽ ഇന്റർകലേറ്റേഴ്സ് ആണ്. ആൻഡ് മരുന്നിന്റെ മറ്റു ഭാഗങ്ങൾ വലിയ റിങ്ങുകളാണ്. ഒരു ആൽഫ റിംഗ് ഉണ്ട്, ദെൻ പിന്നെ ഒരു ബീറ്റ റിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം DNA പുറത്താണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇപ്പോൾ DNA വരച്ചിട്ട് ഇതിങ്ങനെ അകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ ആൽഫ റിങ്ങും ബീറ്റ റിംഗും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഭാഗമാണ് കയറിയിരിക്കുക. വേറെ മരുന്നിന് 2 ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും കയറിയിരിക്കാൻ പറ്റും. ബൈ ഫങ്ഷണൽ ഇന്റർകലേറ്റേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റും. സോ ഇങ്ങനെ DNA അകത്തിരുന്നാൽ DNA ബാക്ക് ബോൺ ആയിട്ടുള്ള ഷുഗർ ഫോസ്ഫേറ്റിനല്ലേ ഇതിന്റെ ഇടയിൽ കയറി ഒരാൾ തിങ്ങി കയറിയിരിക്കുമ്പോൾ ഈ ഫോസ്ഫേറ്റും ഷുഗറിനും ഒക്കെ ഡിസ്റ്റോർഷൻസ് ഉണ്ടാകും. അവിടെ ട്വിസ്റ്റ് ആംഗിൾസ് DNA ഇങ്ങനെ ട്വിസ്റ്റഡ് ആണ്. ട്വിസ്റ്റ് ആംഗിൾസ് ഒക്കെ മാറും. ട്വിസ്റ്റ് ആംഗിൾസ് മാറിയ DNA നേരത്തെ നമ്മുടെ സാധാരണ വന്നിരിക്കേണ്ട DNA പോളിമറൈസസിനോ DNA പോളിമറൈസസ് എപ്പോഴാണ് വരിക? DNA 2 ആക്കാൻ RNA പോളിമറൈസ് വരിക. DNA നിന്ന് RNA ഉണ്ടാക്കി അതിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ mRNA ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആദ്യം നടക്കണ്ടേ, അതിനുവേണ്ടി mRNA ഉണ്ടാക്കാനായിട്ട് വരുന്ന DNA പോളിമറൈസസ്. പിന്നെ ടോപ്പോ ഐസോമറൈസസ് കെട്ടുകൾ അഴിക്കാനായിട്ട് വരുന്നവൻ ടോപ്പോ ഐസോമറൈസസ് തുടങ്ങി ഒരു എൻസൈമിനും ഇവിടെ ഒട്ടിച്ചേരാനായിട്ട് പറ്റില്ല. നോ റെപ്ലിക്കേഷൻ, നോ പ്രോട്ടീൻ സിന്തസിസ്. സോ ഇതാണ് ഈ മരുന്നുകൾ ആക്ടിനോമൈസിൻ D എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ചില മരുന്നുകൾക്ക് ബൈ ഫങ്ഷണൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണം സ്ട്രെപ്റ്റോമൈസസ് എക്കിനേറ്റിസ്, അതിനകത്ത് നിന്ന് കിട്ടുന്ന എക്കിനോമൈസിൻ എന്ന് പറയുന്ന ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക്കിന് ബൈ ഫങ്ഷൻ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ മരുന്ന് ഇവിടെ ആക്ടിനോമൈസിൻ ഇസ് എ മോണോ ഫങ്ഷണൽ ഇന്റർകലേറ്റിംഗ് ഏജന്റ്. ഇനി ആക്ടിനോമൈസിന്റെ യൂസസ് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികളിലെ ചൈൽഡ്ഹുഡ് മെലിഗ്നൻസിയിലാണ് ആക്ടിനോമൈസിൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരം ക്യാൻസറിലാണ്. കുട്ടികളിലെ ഉദാഹരണം റാബ്ഡോമയോസാർകോമ. സോ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ ആണ്. ആൻഡ് ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ആക്ടിനോമൈസിൻ ഓർ ഡാക്ടിനോമൈസിൻ ആണ്. ആൻഡ് കുട്ടികളിൽ ഉണ്ടാകുന്ന മറ്റൊരു ക്യാൻസർ ആണ് കിഡ്നി ക്യാൻസർ അല്ലെങ്കിൽ വിൽംസ് ട്യൂമർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിലും ആക്ടിനോമൈസിൻ D ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ പിന്നെ ഒരു ഉപയോഗം മെത്തോട്രക്സേറ്റിനൊപ്പം ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് കോറിയോ കാർസിനോമയിൽ ഡ്രഗ് ഓഫ് ചോയ്സ് മെത്തോട്രക്സേറ്റ് ആണ്. മെത്തോട്രക്സേറ്റ് കൊടുത്ത 75% അധികം ഗുണമുണ്ട്. പ്ലസ് നമ്മൾ ഈ മരുന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആക്ടിനോമൈസിൻ D കൂടി കൊടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ 90% എഫിക്കസി ഉണ്ടാകും. ദെൻ ജേം സെൽ ടെസ്റ്റിക്കുലാർ കാർസിനോമ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈ മരുന്നിനെ കുറിച്ച് മറക്കാതെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആക്ടിനോമൈസിൻ D is a potent റേഡിയോ സെൻസിറ്റൈസർ ആണ് എന്നുള്ളതാണ് ഈ മരുന്നിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട. സോ റേഡിയോ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ മരുന്നിന്റെ ആക്ടിനോമൈസിന്റെ ഡോസ് വളരെയധികം കുറയ്ക്കുക എന്ന് ഓർത്തിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക്സ് ആർ ആന്ത്രാസൈക്ലിൻസ് ആണ്. ആന്ത്രാസൈക്ലിൻസ് ഇതും ആന്റിബയോട്ടിക് ആണ്, മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് ഇതെല്ലാം ഒരു ചുവപ്പ് നിറമുള്ള റെഡ് കളേർഡ് സംഭവങ്ങളാണ്. ആൻഡ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 4 റിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. 4 റിങ് ഓഫ് ബെൻസീൻ. ആൻഡ് ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ടൊക്കെ ഉണ്ടായേക്കാം. പല സംഭവങ്ങളുണ്ട്, പല സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് ഇവയ്ക്കും പ്ലേനാർ റിങ് ആയതുകൊണ്ട് നമ്മുടെ DNA സ്ട്രാൻഡ്സിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റും. സോ ദീസ് ഓൾ ആർ ഇന്റർകലേറ്റേഴ്സ് ആണ്. ആൻഡ് ഇവയ്ക്ക് മറ്റൊരു മെക്കാനിസം കൂടിയുണ്ട്. ആൻഡ് ഇന്റർകലേഷൻ നടന്നു കഴിഞ്ഞാൽ മറ്റു പല സെൽ ഡിവിഷന് വേണ്ട സെൽ ഡിവിഷൻ റിപ്ലിക്കേഷൻ അതിനൊക്കെയുള്ള എൻസൈംസിനൊന്നും ഒട്ടിച്ചേരാൻ പറ്റും. രണ്ടാമത്തെ ആക്ഷൻ ആണ് DNA ടോപ്പോ ഐസോമറൈസസ് 2 ഇൻഹിബിറ്റേഴ്സിന്റെ തടയാനും പറ്റും. സോ ടോപ്പോ ഐസോമറൈസസ് 2 ഇൻഹിബിറ്റേഴ്സ് കൂടിയാണ്. ടോപ്പോ ഐസോമറൈസസ് എന്താണ് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പോ ഐസോമറൈസസ് 1 and 2 ഇൻഹിബിറ്റേഴ്സിൽ പറഞ്ഞാണ്. അത് DNA സ്ട്രാൻഡ് ആണെങ്കിൽ 2 സ്ട്രാൻഡും ഒരേ സമയം കട്ട് ചെയ്തിട്ട് ചുരുട്ടഴിച്ചിട്ട് റീസീൽ ചെയ്യുന്നതാണ് ടോപ്പോ ഐസോമറൈസസ് 2. അപ്പോൾ അത് തന്നെ തടയാൻ പറ്റും. സോ അപ്പോൾ ഇവർക്ക് ഇന്റർകലേറ്റേഴ്സ് ആയിട്ടും പറ്റും, ടോപ്പോ ഐസോമറൈസ് 2 ഇൻഹിബിറ്റേഴ്സ് ആയിട്ടും പ്രവർത്തിക്കാൻ പറ്റും. ഇതാണ് ഇവിടെ ആന്റി ക്യാൻസർ എഫക്റ്റിന് കാരണം. സോ ദിസ് വിൽ ബി ആക്ടിങ് ഇൻ ദ G22 ഫേസ്. ആ ഫേസിനൊക്കെ ആയിരിക്കും ഇതിയുടെ ആക്ഷൻ. 5 മരുന്നുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഡോക്സോറൂബിസിൻ ആണ്. ആൻഡ് ഇതിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞു, അഡ്രിയാമൈസിൻ എന്ന് പറയുന്ന പേരുണ്ടെന്ന് പറഞ്ഞു. ദെൻ
ദെൻ ഡോണോറൂബിസിൻ റുബിഡോമൈസിൻ ആണെന്ന് പറഞ്ഞു, ഇഡാറൂബിസിൻ, എപ്പിറൂബിസിൻ ഉണ്ട്. ആൻഡ് ഇത് നാലും ദിസ് ക്യാൻ ബി ഗിവൺ ഇൻട്രാവീനസ്, IV ആയിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് വാൽറൂബിസിൻ എന്ന് പറയുന്ന മരുന്ന് ഇത് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ഇൻട്രാവെസിക്കലി ആണ്. വെസിക്കലി എന്ന് പറയുമ്പോൾ യൂറിനറി ബ്ലാഡറിനകത്തേക്ക് കൊടുക്കുന്ന മരുന്ന്. ആൻഡ് ഉപയോഗങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഡോക്സോറൂബിസിന്റെ ഉപയോഗങ്ങൾ പറയാം. ഡോക്സോറൂബിസിൻ എല്ലാത്തരം ക്യാൻസറിനും പറ്റും എന്നങ്ങോട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ഓർ ആന്റി ക്യാൻസർ മരുന്നാണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സോളിഡ് ക്യാൻസേഴ്സ്. കണക്റ്റീവ് ടിഷ്യൂ ക്യാൻസറിൽ ഉപയോഗിക്കാം, ബ്ലഡ് ക്യാൻസർ, ലിംഫോമ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം, മറ്റു തരം ക്യാൻസറിലൊക്കെ ഉപയോഗിക്കാം. സോളിഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സോളിഡ് ക്യാൻസർ ആണ്, ഓവേറിയൻ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ടെസ്റ്റിക്കുലാർ ക്യാൻസർ, സ്മോൾ സെൽ ലങ് കാർസിനോമയിൽ ഉപയോഗിക്കാം, ഓസ്റ്റിയോസാർക്കോമയിൽ ഉപയോഗിക്കാം, കാപ്പോസിസ് സാർക്കോമയിൽ നമുക്ക് ഉപയോഗിക്കാം. കാപ്പോസിസ് സാർക്കോമ എന്ന് വെച്ചാൽ ഹെർപ്പസ് 6 വൈറസ് മൂലമുണ്ടാകുന്ന ക്യാൻസർ ആണ്. ദെൻ ലിയോ സാർക്കോമയിൽ ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ മയലോമ എല്ലാത്തിനും ഉപയോഗിക്കാം. ഇപ്പൊ ലിംഫോമയിലാണെങ്കിൽ നമ്മൾ ABVD എന്ന് പറയുന്ന റെജിമെൻ പല സ്ഥലത്തും പറഞ്ഞു. ഇതിൽ A ഈസ് അഡ്രിയമൈസിൻ, ദിസ് ഈസ് ഡോക്സോറൂബിസിൻ ആണ്. ദെൻ ഹോട്ട് സ്കിൻ ആൻഡ് നോൺ ഹോട്ട് സ്കിൻ ഡിസീസ് ഓർ ക്യാൻസറിൽ ഉപയോഗിക്കാം. ദെൻ AML അക്യൂട്ട് മൈലോജീനസ് ഓർ ALL അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ഓർ ലിംഫോസൈറ്റിക് എല്ലാത്തിലും നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ ഒരു 60 to 75 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. മിക്കവാറും 21 ദിവസത്തിൽ ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ 21 to 28 ദിവസം അങ്ങനെയൊക്കെയുള്ള പല സ്കീമിലായിരിക്കും ഉപയോഗിക്കുക. 20 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയർ പെർ ഡോസ് വീക്ക്ലി അങ്ങനെയൊക്കെ ഉപയോഗമുണ്ട് കേട്ടോ. ഓരോ ക്യാൻസറിനും ഓരോ തരമായിരിക്കും, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ലൈഫ് ടൈമിൽ മിനിമം 550 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ താഴെ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ പരമാവധി ഈ മരുന്നിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 550 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ താഴെ ആയിരിക്കണം. ആൻഡ് കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ ഡോസ് റിഡക്ഷന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷെ റീനൽ ഫെയിലിയർ, ലിവർ ഫെയിലിയർ ഉണ്ടെങ്കിൽ ഡോസ് താഴും. സോ ദിസ് ഈസ് കിഡ്നി സേഫ് ആണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ആൻഡ് രണ്ടാമത്തെ മരുന്ന് ഈസ് ഡോണോറൂബിസിൻ ആണ്. ഡോണോറൂബിസിൻ നമുക്ക് കളർ ഒന്ന് മാറ്റാം. ഡോണോറൂബിസിൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രയും വൈഡ് ആക്ഷൻസ് ഒന്നുമില്ല. ഇതിന് ഉപയോഗിക്കുന്നത് അക്യൂട്ട് നോൺ ലിംഫോസൈറ്റിക് ലുക്കീമിയയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. സൈറ്ററാബിൻ എന്ന് പറയുന്ന മരുന്നിനൊപ്പമാണ്. ഒരു 30 to 45 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ഉപയോഗിക്കാവുന്നത് ALL അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയയിൽ നമുക്ക് ഉപയോഗിക്കാം. വിൻക്രിസ്റ്റിൻ പ്ലസ് വിൻക്രിസ്റ്റിന്റെ ഒപ്പം ഉപയോഗിക്കാം. റുബിഡോമൈസിൻ. ആൻഡ് ഇതും നമ്മൾ പറയുന്നത് ലൈഫ് ടൈമിൽ ഈ 550 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ താഴെ ഉപയോഗിക്കാം. അടുത്ത മരുന്ന് എപ്പിറൂബിസിൻ ആണ്. എപ്പിറൂബിസിൻ നമ്മൾ കൊടുക്കുക ബ്രസ്റ്റ് ക്യാൻസറിലാണ്. സോ എപ്പിറൂബിസിൻ ഈസ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ. ഇത് കിഡ്നി ഫെയിലിയറിലും ഡോസ് കുറക്കണം, റീനൽ ഫെയിലിയറിലും ഡോസ് നമുക്ക് കുറയ്ക്കണം. ഇതും അങ്ങനെ തന്നെയാണ്. ഡോണോറൂബിസിൻ കിഡ്നി ഫെയിലിയറിലും കുറയ്ക്കണം, ലിവർ ഫെയിലിയറിലും കുറയ്ക്കണം. ദെൻ ഇഡാറൂബിസിൻ അടുത്ത മരുന്ന്. ഇഡാറൂബിസിൻ നമ്മൾ കൊടുക്കുക അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിലാണ്. ഇത് സൈറ്ററാബിന്റെ ഒപ്പമായിരിക്കും നമ്മൾ കൊടുക്കുക. ഈ മരുന്ന് കൊടുത്ത് മ്യൂക്കോസൈറ്റിസിസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയോ ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയർ നമ്മൾ കുറയ്ക്കേണ്ടി വരും. ആൻഡ് ഇതിന്റെ ഡോസ് 10 to 12 മില്ലിഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ഏറ്റവും അവസാനത്തെ മരുന്ന് വാൽറൂബിസിൻ ആണ്. വാൽറൂബിസിൻ നമ്മൾ പറയാ V ഫോർ വെസിക്കുലാർ, ഇൻട്രാവെസിക്കലി ആണ് നമ്മൾ കൊടുക്കുക. ബ്ലാഡർ ക്യാൻസറിലാണ് നമ്മൾ കൊടുക്കുന്നത് BCG റിഫ്രാക്ടറി, BCG വാക്സിൻ ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. BCG റിഫ്രാക്ടറി ബ്ലാഡർ കാർസിനോമയിലാണ് നമ്മൾ കൊടുക്കുക. 440 മില്ലിഗ്രാം പെർ ml ആണ് ഇത് കിട്ടുക. ആൻഡ് ഇതിന്റെ ഒരു 800 മില്ലിഗ്രാം നമ്മൾ വൺസ് വീക്ക്ലി ഫോർ 6 വീക്സ് അത് നമ്മൾ വെസിക്കലിനകത്ത് കൊള്ളും, അതിനകത്ത് വെക്കുന്നു. അതിനുശേഷം 2 മണിക്കൂർ അങ്ങനെ പിടിച്ചിരിക്കുന്നു. ദെൻ ആഫ്റ്റർ 2 hours നമ്മൾ മൂത്രമൊഴിച്ച് കളക്കെ. ആൻഡ് ഈ മരുന്നുകൾക്കെല്ലാം തന്നെ മറ്റേ ആന്റി ക്യാൻസർ മരുന്നുകളുടെ സൈഡ് എഫക്ട്, ദാറ്റ് ഈസ് ബോൺ മാരോ ഡിപ്രഷൻ, ത്രോംബോസൈറ്റോപീനിയ, അനീമിയ, ലുക്കിപീനിയ, ദെൻ നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ, സ്റ്റൊമറ്റൈറ്റിസ്, അലോപേഷ്യ, എക്സ്ട്രാവൈസേഷൻ, സെക്കൻഡറി ക്യാൻസർ, മൈലോജീനിയസ് ലുക്കീമിയ, ദെൻ മൈലോ ഡിസ്പ്ലേസിക് സിൻഡ്രോം, MLS ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാട്ടോ. അല്ലാതെയുള്ള സൈഡ് എഫക്റ്റ് ആണ് ഞാൻ പറയുന്നത്. സോ ഇവിടെ പ്രധാനപ്പെട്ട ടോക്സിറ്റി, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആന്ത്രസൈക്ലിൻസിന്റെ കാർഡിയോ ടോക്സിറ്റി ആണ്. ഹൃദയത്തിൽ ടോക്സിറ്റി ഉണ്ടാക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ത്രസൈക്ലിൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഡോക്സോറൂബിസിൻ ആണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇഡാറൂബിസിൻ ആണ് ഏറ്റവും കുറവ്, തമ്മിൽ ഏറ്റവും കുറവ്. ആൻഡ് ഇത് 2 തരം കാർഡിയോടോക്സിറ്റി ഉണ്ടാക്കാം. ഒന്ന് അക്യൂട്ട് കാർഡിയോടോക്സിറ്റി ആണ്. അക്യൂട്ട് കാർഡിയോടോക്സിറ്റി എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ആവരണങ്ങൾക്ക് പെരികാർഡൈറ്റിസ് അല്ലെങ്കിൽ എൻഡോകാർഡൈറ്റിസ് ഓർ മയോകാർഡൈറ്റിസ്, ഹൃദയത്തിന്റെ ഉള്ളിലെ മസിലിന് ദോഷമുണ്ടാകും. അപ്പോൾ ST സെഗ്മെന്റ് ഓർ ST വേവ് ഒക്കെ എലിവേഷനോ അങ്ങനെയൊക്കെയുള്ള ECG പ്രശ്നങ്ങൾ ഇതിനുണ്ടാക്കാം. രണ്ടാമത്തത് ക്രോണിക് ടോക്സിറ്റി ആണ്. ക്രോണിക് ടോക്സിറ്റി മൂലം ഉണ്ടാകുന്നത് ഹൃദയത്തിന്റെ
ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന പ്രശ്നമാണ്. സോ ദിസ് കാർഡിയോമയോപ്പതി വന്നു കഴിഞ്ഞാൽ ദിസ് ലീഡ് ടു കാർഡിയാക് ഫെയിലിയർ, ഹൃദയത്തിന്റെ ഹേർട്ട് ഫെയിലിയറിലേക്ക് പോകും. ഹേർട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഹൃദയം തന്നെ മാറ്റി വെക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 550 mg/m² ലൈഫ് ടൈം, അതിൽ താഴെ ആയിരിക്കണം ഡോസ് എന്ന്. ആൻഡ് ഇതുണ്ടാവാൻ കാരണം ഈ മരുന്നിൽ നിന്നുണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ്. സോ ദിസ് ഡ്രഗ് ക്യാൻ കോസ് ഫ്രീ റാഡിക്കൽ ജനറേറ്റഡ് കാർഡിയോടോക്സിൻ. ആൻഡ് ഈ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാവുന്ന ഈ ടോക്സിറ്റി തടയാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു വെച്ചാൽ ഡെക്സ്റാസോക്സെയിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഡെക്സ്റാസോക്സെയിൻ ആൻഡ് ദിസ് ആൻ ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റിഡോട്ട് ഫോർ ആന്ത്രാസൈക്ലിൻസ് ഇൻഡ്യൂസ് കാർഡിയോടോക്സിറ്റി ആൻഡ് ദിസ് ഡ്രഗ് ഈസ് ആൻ അയൺ ചീലേറ്റർ. അപ്പോൾ അയണിനെ ചീലേറ്റ് ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും കാർഡിയോ ടോക്സിറ്റി കുറയാൻ കാരണം ഫ്രീ റാഡിക്കൽ ജനറേഷൻ നിൽക്കും. സോ ഇനി മറ്റ് പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ റെഡ് വെച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് റെഡ് പാംസ് ആൻഡ് സോൾസ്, ഇത് നമ്മൾ പഠിച്ചത് 5FUലാണ്. അതിന്റെ പേര് ഹാൻഡ് ഫുട്ട് സിൻഡ്രോം. ഈ മരുന്നും 5-ഫ്ലൂറോയുറാസിലിനെ പോലെ ഉണ്ടാക്കാം. ദെൻ അടുത്ത പ്രശ്നം റേഡിയേഷൻ റീകോൾ സിൻഡ്രോം ആണ്. റേഡിയേഷൻ റീകോൾ എന്ന് വെച്ചാൽ റേഡിയോ തെറാപ്പി ചെയ്ത ഏരിയയിൽ ഈ മരുന്ന് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കുത്തിവയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തതിൽ അവിടെ പോയി മരുന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ റെഡ് കളർ ആയിട്ട് ഉണ്ടാകും. അതാണ് റേഡിയേഷൻ റീകോൾ സിൻഡ്രോം എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നവും റെഡ് ആണ്. റെഡ് കളേർഡ് യൂറിൻ, മരുന്നിന്റെ കളർ റെഡ് ആണ് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ റെഡ് വെച്ച് പറയുന്നത് റെഡ് ഫ്ലയർ ആണ്. റെഡ് ഫ്ലയർ ഓർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് റെഡ്. സോ ഇതെല്ലാം നമ്മൾ റെഡ് വെച്ചിട്ട് പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഈസി അഡ്വാൻറ്റേജ്. ആൻഡ് ഇനി ഇതേ പരിപാടി ഇന്റർകലേഷൻ ആൻഡ് ടോപ്പോഐസോമറൈസസ് ഇൻഹിബിഷൻ നടത്താൻ കഴിയുന്ന മറ്റൊരു മരുന്ന് കൂടിയുണ്ട്. ആ മരുന്നിന്റെ പേരാണ് മൈറ്റോസാൻത്രോൺ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇതും പ്ലേനാർ ആണ്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിലാണ്. ക്യാൻസർ അല്ല, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നമുക്കറിയാം, ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. അതിൽ ഉപയോഗിക്കാം. ആൻഡ് ഡിസീസിന്റെ പ്രോഗ്രഷൻ, പാത്തോളജിക്കൽ മുന്നോട്ടുള്ള പോക്ക്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ദെൻ ക്യാൻസർ മരുന്നായിട്ടാണ് നമ്മൾ പറയാ. സോ AML നമുക്ക് ഉപയോഗിക്കാം, പ്രോസ്റ്റാറ്റിക് ക്യാൻസറിൽ നമുക്ക് ഉപയോഗം. ആൻഡ് ഈ മരുന്നിനും ഇതേ സെയിം പ്രശ്നമുണ്ട്. കാർഡിയോ ടോക്സിറ്റി ഉണ്ട് ആൻഡ് മറ്റ് ടോക്സിറ്റി ഓൾ സിമിലർ ടു ആന്ത്രാസൈക്ലിൻസ്. അടുത്ത ആന്റിബയോട്ടിക് നമുക്ക് പറയേണ്ടത് ബ്ലിയോമൈസിൻ ആണ്. ബ്ലിയോമൈസിനെ നമ്മൾ DNA ക്ലീവിംഗ് ഡ്രഗ്, ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ടാണ് പറയാം. ആൻഡ് കെമിക്കലി ഇതൊരു ഗ്ലൈക്കോപെപ്റ്റൈഡ് ആണ്. വലിയ ഒരു സ്ട്രക്ചർ ആണ്. കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് വെർട്ടിസിലിസ് എന്ന് പറയുന്ന ഓർഗാനിസിൽ നിന്നാണ് ഇത് കിട്ടുക. ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലിയോമൈസിന്റെ സൾഫേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഈ മരുന്നിന് ഫെറസ് Fe2+ ഫെറസ് ഓർ കോപ്പർ അതിനെ ചീലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് ഇങ്ങനെ ചീലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെറസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഫെറസ് ഓക്സിഡൈസ് ആയിട്ട് പ്രവർത്തിക്കും. ഈ മരുന്നിന്റെ അകത്ത് 5 നൈട്രജൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇമിഡസോൾ റിംഗ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന്റെ നടുവിൽ വന്നിട്ട് ഈ ഫെറസ് ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ കോപ്പർ ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ആൻഡ് ദിസ് ഏരിയ, ഈ ഏരിയ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് പോലെ പ്രവർത്തിക്കും. നമ്മുടെ DNA നമ്മൾ നോക്കുകയാണെങ്കിൽ DNAയുടെ ബാക്ക് ബോൺ എന്തെന്നാ, ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ ഒരു ഷുഗർ ഉണ്ട്, ദെൻ ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ ഷുഗർ, ഇങ്ങനെയാണ് ബാക്ക് ബോൺ. ആൻഡ് ഈ മരുന്നിന്റെ ഈ ഭാഗം, ഈ ഫെറസും ഇതൊക്കെ ഇരിക്കുന്ന ഭാഗം പോസിറ്റീവ് ചാർജ് ആണ്. നമുക്കറിയാം ഇത് നെഗറ്റീവ് ചാർജ് ആണ് ഫോസ്ഫേറ്റ്. സോ ഈ അവിടെ വന്ന് ഒട്ടിച്ചേരാനായിട്ട്. ആൻഡ് ഈ ഫെറസും അല്ലെങ്കിൽ കോപ്പർ ദിസ് ക്യാൻ ഇനീഷ്യേറ്റ് ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ. ഇത് ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു. ആൻഡ് ഫെറസ് ഭാഗത്ത് ഇവിടെ ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ആൻഡ് ഈ ഫ്രീ റാഡിക്കൽസ് DNAയുടെ സ്ട്രാൻഡ് ഇങ്ങനെ അങ്ങോട്ട് കഴിയും, സ്ട്രാൻഡ് സിസേഴ്സ്. സോ സ്ട്രാൻഡ് സിസേഴ്സ് നടത്തുന്ന ഡ്രഗ് ആണ്, അല്ലെങ്കിൽ നമ്മളെ DNA ക്ലീവിംഗ് ഏജന്റ്സ് എന്നാണ് നമ്മൾ. ക്യാൻസർ സെല്ലിൽ, ഇപ്പോൾ ഇത് ക്യാൻസർ സെല്ലാണെങ്കിൽ ഈ മരുന്ന് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും, വീണ്ടും ഓക്സിഡേഷൻ റിഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും മരുന്ന് ഇതിനകത്ത് കിടക്കുകയും ചെയ്യും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ഫ്രീ റാഡിക്കൽസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ DNA, ഇതിനകത്തുള്ള DNA നശിക്കും. അങ്ങനെയാണ് ഇത് വർക്ക്. ആൻഡ് ഇവിടെ പ്രത്യേകത, ദീസ് ആർ ആക്ടിങ് സ്പെസിഫിക് ഓൺ G2 ഫേസ്. ഇത് ഓർത്തിരിക്കുക, G2 ഫേസിലാണ് വർക്ക് ചെയ്യുക. നമുക്കിത് IM ആയിട്ട് കൊടുക്കാം, IV ആയിട്ട് കൊടുക്കാം, സബ്ക്യൂട്ടേനിയസ് പല റൂട്ടുകളിലൊക്കെ കൊടുക്കാറുണ്ട്. എവിടെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഹോഡ്സ്കിൻസ് ലിംഫോമയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ABVD. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് അഡ്രിയമൈസിനെ പറ്റി അവിടെ പറഞ്ഞു, ഇത് ബ്ലിയോമൈസിൻ ആണ്. സോ ഈ B ഈസ് ഫോർ ബ്ലിയോമൈസിൻ ആണ്. ദെൻ പിന്നെ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞതാണ് ടെസ്റ്റിക്കുലാർ കാർസിനോമയിൽ നമ്മൾ പറഞ്ഞ സംഭവമാണ് BEP റെജിമൻ ആണ്. അതിൽ ഈ B എന്ന് പറയുന്നത് ബ്ലിയോമൈസിൻ ആണ്. ആൻഡ് E എറ്റപ്പോസൈഡ് ആണെന്ന് പറഞ്ഞു, P ഫോർ പ്ലാറ്റിനം ആണെന്ന് പറഞ്ഞു. സോ ബ്ലിയോമൈസിൻ ഇതും G2 ഫേസിൽ ആക്ട് ചെയ്യുന്നതാണ്, ഇതും G2 ഫേസിൽ ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു ഉപയോഗം, മൂന്നാമത്തെ ഉപയോഗം, ടു കൺട്രോൾ മാലിഗ്നന്റ് പ്ലൂറൽ എഫ്യൂഷൻ. പ്ലൂറൽ എഫ്യൂഷന് മരുന്ന് പ്ലൂറൽ കാവിറ്റിയിലേക്ക് കൊടുക്കും. ആൻഡ് അപ്പോൾ മരുന്നിന്റെ പ്രധാനപ്പെട്ട ദോഷഫലം എന്താണെന്ന് നമുക്കൊന്ന് പറയണം. ദോഷഫലം ബോൺ മാരോ ഡിപ്രഷൻ ഇല്ല എന്നുള്ളതാണ്. അത് ദോഷഫലമല്ല, അത് ഗുണഫലമാണ്. സോ എല്ലാ മരുന്നുകൾക്കുള്ള പ്രധാനപ്പെട്ട ബോൺ മാരോ
ഡിപ്രഷൻ ഈ മരുന്നിനില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നു. ആൻഡ് അപ്പോൾ നമ്മൾ അതിന്റെ ദോഷഫലം പ്രത്യേകം പറയുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൾമോണറി ഫൈബ്രോസിസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ലങ്സിൽ നമുക്കറിയാം, ലങ്സിനകത്ത് ആൽവിയോളായി 2 തരം സെല്ലുണ്ട്. ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 ആണ് 95%, ഇത് വെറും 5% മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓക്സിജൻ ഡിഫ്യൂഷനൊക്കെ ഇങ്ങനെ സിമ്പിൾ സെല്ലാണ്, പ്ലാനാർ സ്ക്വാമസ് സെല്ലാണ്, ഓക്സിജൻ ഇങ്ങനെ കടന്നു പോകുന്ന സെൽ. ആൻഡ് ഇത് ടൈപ്പ് 1 സെല്ലിൽ നശിപ്പിക്കും. ടൈപ്പ് 2 സെൽ എന്താണ്? ടൈപ്പ് 2 സെൽ സർഫാക്ടന്റ് ഉണ്ടാക്കുന്ന സെല്ലുകൾ. സോ ഇത് ഒരുപാട് നശിക്കുമ്പോഴത്തേക്കും ഈ സെൽസിന്റെ പ്രൊലിഫറേഷൻ ഉണ്ടാകും. സോ മോർ ടൈപ്പ് 2 സെൽസ് ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക. സോ ഹൈപ്പർപ്ലാസിയ ഓഫ് ടൈപ്പ് 2 സെൽസ് ബിക്കോസ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ടൈപ്പ് 1. അപ്പൊ നമ്മൾ ബ്ലിയോമൈസിൻ കൊടുക്കുമ്പോൾ പൾമണറി ഫൈബ്രോസിസ് ഉണ്ടാവുന്നുണ്ടോ നോക്കാനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഡിഫ്യൂസ് ലങ് കപ്പാസിറ്റി ടെസ്റ്റ് യൂസിങ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഈസി ആയിട്ട് ലങ്സിലൂടെ കടക്കുന്നുണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുക. അത് കൊടുത്തിട്ട് ഡിഫ്യൂഷൻ കപ്പാസിറ്റി ഓഫ് ദ ലങ്സ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. അസസ് ദ പൾമോണറി ആക്ടിവിറ്റി. ദെൻ ബ്ലിയോമൈസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ ടോക്സിറ്റി, ഒന്നാമത്തെയാണ് പൾമോണറി ഫൈബ്രോസിസ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്ലാജെല്ലേറ്റ് പിഗ്മെന്റേഷൻ ആണ്. ഫ്ലാജെല്ലേറ്റ് പിഗ്മെന്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഫെദർ ലൈക്ക് ലീഷൻസ് ഓൺ സ്കിൻ. സോ സ്കിൻ പിഗ്മെന്റേഷൻ ഉണ്ടാകും. സോ സ്കിൻ പിഗ്മെന്റേഷൻ ആൻഡ് പൾമോണറി ഫൈബ്രോസിസ് ബ്ലിയോമൈസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ടോക്സിറ്റി ആണ് എന്ന് ഓർത്തു. ദെൻ മരുന്നിന് അരിത്മി ഉണ്ടാക്കാം. ദെൻ റെയ്നോൾഡ്സ് സിൻഡ്രോം പോലെയുള്ള പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉണ്ടാക്കാം. സാധാരണ യൂസ് ചെയ്യുന്ന ഡോസ് 250 മില്ലിഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കുക. 5 to 6 മിനിറ്റ് കൊണ്ടൊക്കെ കൊടുക്കാം. അടുത്ത മരുന്ന് ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക് നമുക്ക് പറയേണ്ടത് മൈറ്റോമൈസിൻ സി ആണ്. മൈറ്റോമൈസിൻ സി നമുക്ക് സ്ട്രെപ്റ്റോമൈസസ് കേസിയോപിറ്റസ് അതിനകത്ത് കിട്ടും. ദെൻ സ്ട്രെപ്റ്റോമൈസസ് ലെവൻഡുലെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സംഭവമാണ്. മൈറ്റോമൈസിൻ എ കിട്ടും, ബി കിട്ടും, സി കിട്ടും. അതിൽ നമ്മൾ മൈറ്റോമൈസിൻ സി ആണ് ആന്റി ക്യാൻസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ മരുന്ന് ഒരു ആൽക്കൈലേറ്റിംഗ് ഏജന്റ് ആണ്. ആൽക്കൈലേറ്റ് ആൻഡ് മരുന്ന് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഹൈപ്പോക്സിക് ക്യാൻസർ, ഹൈപ്പോക്സിയ ഉള്ള ക്യാൻസറുകളിലാണ്, ഓക്സിജൻ കുറവുള്ള ക്യാൻസർ സെല്ലുകളിലാണ്. സോ മരുന്ന് അപ്പോൾ എൻസൈമാറ്റിക് പൈറോ റിഡക്ഷൻ വഴി ആക്റ്റീവ് ആകും. സോ ദ ഡ്രഗ് ബിക്കം ആക്റ്റീവ്. സോ അതുകൊണ്ട് നമ്മൾ ഹൈപ്പോക്സിയ ആക്ടിവേറ്റഡ് പ്രോ ഡ്രഗ് എന്നും നമ്മൾ ഈ മരുന്നിനെ വിളിക്കാം. ആൻഡ് മരുന്നിൽ നിന്ന് റിലീസ് ആവുന്ന മീതോക്സിക് ഗ്രൂപ്പിൽ നിന്ന് CH3 ഗ്രൂപ്പ് നമുക്ക് കിട്ടും. ആൻഡ് CH3 ഗ്രൂപ്പാണ് വെച്ച് പിടിപ്പിക്കുക. അതിനാണ് നമ്മൾ ആൽക്കൈലേഷൻ എന്ന് നമ്മൾ പറയും. ആൻഡ് മരുന്ന് എവിടെയാണ് വെച്ച് പിടിപ്പിക്കുക? DNA-യിലാണ്. DNA-യിൽ തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ N7 ഓഫ് ഗ്വാനിന്റെ N7 ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ ആൽക്കൈലേറ്റിംഗിൽ പറഞ്ഞാണ്. സോ ദിസ് ക്യാൻ കോസ് ഇന്റർസ്ട്രാൻഡ് ലിങ്കേജ് ഉണ്ടാക്കാം ഓർ ഇൻട്രാസ്ട്രാൻഡ്. ഇങ്ങനെ സ്ട്രാൻഡുകൾ തമ്മിൽ, സ്ട്രാൻഡിന്റെ ഇടയിൽ തമ്മിൽ ക്രോസ് ലിങ്കിങ് ഉണ്ടാക്കുന്ന മരുന്ന്. സോ ദിസ് ദ മെക്കാനിസം ആക്ഷൻ. ദെൻ മറ്റൊരു ആക്ഷൻ കൂടി ഈ മരുന്നിനുണ്ട്. അതിന്റെ ആക്ഷൻ ഈസ് ആന്റി ഫൈബ്രോബ്ലാസ്റ്റിക് ആക്ഷൻ ആണ്. ആന്റി ഫൈബ്രോബ്ലാസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള ഒരു ആക്ഷൻ കൂടി ഈ മരുന്നിനുണ്ട്. അപ്പൊ മരുന്ന് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും എവിടെയാണെന്ന് ചോദിച്ചാൽ 1 ഈസ് ഇൻ സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസർ. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബ്ലാഡർ ക്യാൻസറിലാണ് നമുക്കിത് ഉപയോഗിക്കുക. സ്റ്റേജ് 1A മാത്രമാണ് ഉപയോഗിക്കുക. സൂപ്പർഫിഷ്യലി ഓർ വെസിക്കലി ആയിട്ട് മരുന്ന് യൂറിനറി ബ്ലാഡറിനകത്ത് കൊടുക്കുന്നു. 6 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. മറ്റുപയോഗങ്ങളുണ്ടോ? ഉണ്ട്. GI ക്യാൻസറിൽ ഉപയോഗിക്കാം. ദെൻ പിന്നെ ഇസോഫാഗിയൽ ക്യാൻസറിൽ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റൊമക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സോ അങ്ങനെയൊക്കെയുള്ള പല ഏനൽ ക്യാൻസർ, സോ അങ്ങനെയൊക്കെയുള്ള ക്യാൻസറിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടാമത്തെ ഉപയോഗം നമ്മൾ പറഞ്ഞു ഫൈബ്രോബ്ലാസ്റ്റിനെതിരെയുള്ള ആക്ഷൻ മൂലമാണ്. സോ അപ്പൊ നമ്മൾ ഉപയോഗിക്കുക ഗ്ലൂക്കോമയുടെ സർജറി, ഇപ്പൊ ലാസിക് ആയാലും PRK ആയാലും. ഈ സർജറിയിലൊക്കെ നമ്മൾ 0.02% ഇട്ടുള്ള സംഭവങ്ങൾ ക്രീമോ അങ്ങനെയൊക്കെ ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. എന്തിനാന്ന് വെച്ചാൽ ടു പ്രിവെന്റ് ഹെയ്സ് ഓർ വൂണ്ട് ഹീലിംഗിന് വേണ്ടിയിട്ടാണ്. വൂണ്ട് ഹീലിംഗ്, കോർണിയൽ എക്സിഷൻ ഒക്കെ ശേഷം നമുക്ക് ആ വൂണ്ടൊക്കെ ഒന്ന് ഹീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻട്രാവിട്രിയലി കണ്ണിനകത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം. ദെൻ പോസ്റ്റീരിയർ വിട്രൈറ്റിസ്, സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉപയോഗിക്കാം. സോ സ്കാറിങ്, പാട് ഇല്ലാതാക്കാനായിട്ടാണ്, കണ്ണിനകത്ത് സർജറിയൊക്കെ ചെയ്തിട്ട് ആ പാടുകൾ ഇല്ലാതാക്കാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ജെല്ലായിട്ടും ഇത് അവൈലബിൾ ആണ്. ദെൻ മറ്റുപയോഗം ട്രക്കിയോ ലാരിഞ്ചൽ സർജറീസിലാണ്. അവിടെ നമ്മൾ ഈ സ്റ്റെനോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പാട് മാറ്റാനായിട്ട് ഫൈബ്രോബ്ലാസ്റ്റിനെതിരായിട്ടുള്ള ഉപയോഗമാണ്. ദെൻ ആന്റിബയോട്ടിക് ആയിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഉപയോഗിക്കാവുന്നത് ലൈംസ് ഡിസീസിലാണ്. ബോർഡറ്റെല്ല, ബഡ്ജിഫോറി, അതിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം മരുന്നായിട്ട്. ദെൻ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം ആണ്, HUS ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് പൾമോണറി ഫൈബ്രോസിസ് ഉണ്ടാക്കാം എന്നുള്ളത്. സോ 2 അഡ്വേഴ്സ് എഫക്ട് ആണ് ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. സോ ലാസ്റ്റ് ആന്റി ക്യാൻസർ ആന്റിബയോട്ടിക് നമ്മൾ പറയുന്നത് സ്ട്രെപ്റ്റോസോട്ടോസിൻ ഓർ സ്ട്രെപ്റ്റോസോസിൻ ആണ്. ഇത് നമ്മൾ ആൽക്കൈലേറ്റിംഗ് ഏജൻസിൽ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ നൈട്രോസോ യൂറിയാസ് വിഭാഗത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൽക്കലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ
പറഞ്ഞാലും ഇതിന്റെ ഫംഗ്ഷൻ ആൽക്കൈലേഷൻ അല്ല, കാർബമോയിലേഷൻ ആണ് എന്ന് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ ആന്റിബയോട്ടിക് ആയിട്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് ഇൻസുലിനോമൈസിലാണ്. ഇൻസുലിനോമ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മരുന്നിന്റെ സ്ട്രക്ചർ നമ്മൾ അവിടെ വരച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതൊരു ഗ്ലൂക്കോസിനെ പോലെ ഇരിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഗ്ലൂക്കോസ് ആണോ സ്ട്രെപ്റ്റോസോട്ടോസിൻ ആണോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇൻസുലിനൊക്കെ ഉണ്ടാക്കുന്ന ബീറ്റാ സെല്ലിനൊക്കെ ഇതിനൊക്കെ കയറി പോകാം. സോ ബീറ്റാ സെല്ലിന് ധാരാളം മരുന്നതും അതുകൊണ്ട് മെറ്റാസ്റ്റാറ്റിക് ബീറ്റാ സെൽ അതുവഴി ഉണ്ടാകുന്ന ഇൻസുലിനോമയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ഹൈപ്പർ സെക്രീഷൻ അല്ല, ഇൻസുലിൻ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത്. സോ സർജറിക്കൊക്കെ മുമ്പ് ഇൻസുലിൻ സെക്രീഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് മറ്റൊരു ഉപയോഗം സ്ട്രെപ്റ്റോസോസിന് അത് നമ്മൾ പറഞ്ഞത് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാക്കാനായിട്ട്. എവിടെയാണ്? എലികളിൽ ഡ്രഗ് ഇൻഡ്യൂസ് ഡയബറ്റീസ് മെലിറ്റസ് ആനിമൽ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രഗ് ഇതാണ്. ദെൻ പിന്നെ ഒരു മരുന്ന് മിത്രമൈസിൻ ഓർ പ്ലിക്കമൈസിൻ ആണ്. ആന്റിബയോട്ടിക് ആന്റി ക്യാൻസർ ആയിട്ട് പേജ് ഡിസീസിലൊക്കെ ഉപയോഗിക്കുന്നു. ഓസ്റ്റിയോക്ലാസ്റ്റിനെതിരെ നശിപ്പിക്കുന്ന പ്രവണതയുള്ള ഒരു മരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഉപയോഗം ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ പറഞ്ഞത് ആന്റിബയോട്ടിക്സ് യൂസ്ഡ് ആസ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.